ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ ഡേ ഔട്ടാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പുറത്തിറങ്ങി. അപ്പം വണ്ടി എടുക്കാൻ പോവാണിപ്പം. ചൂടൊക്കെ തുടങ്ങി ഇവിടെ. നമ്മൾ നടന്നിട്ട് വണ്ടി എടുക്കാൻ പോയി. നല്ലൊരു രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല ചൂടാവും. അങ്ങനെ നേരെ നമ്മൾ വണ്ടിയെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വിചാരിച്ച്. കാരണം ഫുഡൊന്നും കഴിക്കാണ്ട് ചായ ഒന്നും കുടിക്കാണ്ട് ഇറങ്ങിയല്ലേ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. നമുക്കിഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. ലുലുവിൻ്റെ ലോട്ടിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ അവിടെ പോയി പൊറോട്ടയും മീൻ ഫ്രൈയും അയക്കൂറ ഫ്രൈയും ഒക്കെ വാങ്ങി. പിന്നെ നല്ലൊരു ചായയും കുടിച്ചു. നല്ല മുരിഞ്ഞ പൊറോട്ടയും കടലക്കറിയും അയക്കൂറയും കൂട്ടി നല്ല പിടിപിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് ലുലുവിൻ്റെ ലോട്ടിലാണ്. പിള്ളേർ കുറേ ആയി ബാറ്റിന് പറയുന്നു. അപ്പം IPL ഒക്കെ തുടങ്ങിയതുകൊണ്ട് ക്രിക്കറ്റിനോടൊരു ക്രേസ് വന്നിട്ടുണ്ട് രണ്ടാൾക്കും. അപ്പം അങ്ങനെ ആ രണ്ടുപേർക്കും കൂടിയിട്ട് ബാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഇവിടെ ഇപ്പോൾ സ്റ്റേഷനറി ഐറ്റംസാണ് ഈ ഫ്ലോറിലുള്ളത്. സ്റ്റേഷനറി, ടോയ്സ്, ഹോം ഐറ്റംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ നടക്കുകയല്ലേ, അതിൻ്റെ പ്രൊമോഷൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു പെന്നിൻ്റെ സെക്ഷൻ വിത്ത് കീ ചെയിനെല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ എനിക്കും കുറേ പെന്ന് വാങ്ങണം തോന്നി. എഴുതാനൊന്നും അല്ലെങ്കിലും വെറുതെ കീ ചെയിനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ 5-6 ഞാൻ അങ്ങ് എടുത്തു. ഇഷ്ടമായതൊക്കെ ഞാൻ എടുത്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, 1.9 ദിറംസ് മാത്രമേ അതിനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ കീ ചെയിന് തന്നെ ഇവിടെ ഇപ്പോൾ കീ ചെയിന് മാത്രം മിനിമം ഒരു 2-3 ദിറംസ് കൊടുക്കണം. അപ്പോൾ ഈ പെന്നും കൂടി വരുമ്പോൾ നല്ല രസമല്ലേ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. ഈ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് പെന്നൊക്കെ അതിൽ നിന്ന് എടുത്തു. അപ്പോൾ കുട്ടികളിങ്ങനെ സാധനമൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ബുക്ക് കവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഞാനിങ്ങനെ ഈ എന്താ പറയുക, ഹോം സെക്ഷനിലോട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ അവിടെ വന്നാൽ എനിക്ക് മൈൻഡൊക്കെ നല്ല ഫ്രീ ആവും, റിലാക്സ്ഡ് ആവും. ഞാൻ പിന്നെ ഇവരെ കൂടെ വന്ന ആൾക്കാരൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും. ഇങ്ങനെ ക്ലാസ് ചാറും. നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ നോക്കുമല്ലോ, നമ്മളൊരു മനസ്സമാധാനത്തിന്. എല്ലാം എടുക്കണമൊക്കെ എന്നുണ്ട്, പക്ഷേ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും. അത് ലേഡീസിന് ഇഷ്ടാവുന്ന കാര്യങ്ങളാണ് കൂടുതലുള്ള. കിച്ചൺ ഓറിയൻറ്റഡ് സാധനങ്ങൾ, ഹോം ഓറിയൻറ്റഡ് അങ്ങനെ. അപ്പം ഞാനിവിടെ വന്ന് ഇങ്ങനെ ടേബിൾ മാറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. 3 ദിറംസ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിലൊന്നും ഇഷ്ടമായതെടുത്ത്. നല്ല രസമുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടായിരുന്നു. ലോട്ടിൻ്റെ ഈ സെക്ഷൻ എന്ന് വെച്ചാൽ അവർ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ഐറ്റംസ് വേറെ അങ്ങനെ പ്രത്യേകം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പേഷ്യസ് ആണ് ഈ ഷോപ്പ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും പർച്ചേസിങ്. ഇതിൻ്റെ നെക്സ്റ്റ് റോ വരുന്നത് ഇതുപോലത്തെ ഫ്ലാസ്കും കാര്യങ്ങളും. ഈ പ്ലേറ്റിൻ്റെ സെക്ഷനിൽ വന്നാൽ ഞാൻ മൊത്തത്തിലൊന്ന് അരിച്ചു പെറുക്കും. എന്തെങ്കിലും ഇഷ്ടമായതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങും. അപ്പോൾ ഇതൊക്കെ നല്ല രസമില്ലേ, നല്ല ഇവരെ ഡിസ്പ്ലേ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വെറുതെ നോക്കി നടന്നു. അപ്പോൾ ഈ കുക്ക് വെയർ സെറ്റ് ഞാൻ കുറേ ആയി നോക്കുന്നു. അലൂമിനിയത്തിൻ്റെ കാസ്റ്റ് അലൂമിനിയത്തിൻ്റെ കുക്ക് വെയർ സെറ്റ്, പക്ഷേ തീരെ വെയിറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഫ്ലോറിലാണ് ഡ്രസ് സെക്ഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ ഫുഡ് വെയർ, ഡ്രസ്സ്, ബാഗ്സ്, അങ്ങനത്തെ ആക്സസറീസിൻ്റെ വേറെ തന്നെ ഒരു സെക്ഷന് സെക്കൻഡ് ഫ്ലോറിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് കഴിയും. അപ്പം ഇതൊക്കെ വെറുതെ നോക്കി ഡെക്കോർ ഐറ്റംസൊക്കെ നോക്കി നമ്മളിവിടെ ബില്ല് ചെയ്യാനെടുത്ത് സാധനം ബില്ല് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയി. എൻട്രൻസ് വാക്കിംഗ് ഏരിയയിൽ തന്നെ കുറച്ച് ഡിസ്പ്ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ നോക്കി നടന്നു. പിന്നെ ഇതൊക്കെ കുറച്ച് നല്ലതായിട്ട് തോന്നി, നല്ല രസമുണ്ട് കാഷ്വൽ വെയർ. അപ്പം അതിൻ്റെ എൻട്രൻസിൽ തന്നെ വേറൊരു എനിക്കിഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ പിന്നെ ക്യാപ്പ്, കുറേ ഹാറ്റ്സ് ഉണ്ട് ഇവിടെ. ഗേൾസിൻ്റെ കുറേ
ഗേൾസിന് പറ്റിയ ഒരുപാട് ക്യാപ്പ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ മറ്റുള്ള മാളിലൊന്നും ഞാൻ ഇങ്ങനെ ഇത്രയും കളക്ഷൻ കണ്ടിട്ടില്ല ഗേൾസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ക്യൂട്ടായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഡ്രസ് സെക്ഷനിലോട്ട് ഇങ്ങനെ വെറുതെ നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ട്. എനിക്ക് ബോയ്സ് ഉണ്ടെങ്കിലും ഞാൻ ഗേൾസിൻ്റെ സെക്ഷനിലോട്ടാണ് കൂടുതലും പർച്ചേസിന് പോയാലും പോവാൻ. ഡ്രസ്സായാലും ഫുഡ് വെയർ ആയാലും. ഇതിപ്പം ഈ ഡ്രസ്സ് കണ്ട് യൂണിക്കോണിൻ്റെ നല്ല നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതൊക്കെ നോക്കി നടക്കാൻ നല്ല രസമാണ്. ഇതൊക്കെ ഒന്ന് വെറുതെ നോക്കി ഇങ്ങനെ നടന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കുർത്തയോ അങ്ങനെ എന്തെങ്കിലും ഓഫറിലുണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആ സെക്ഷനിലോട്ട് പോയി. വേറെ നല്ല ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതുപോലെ വെച്ചിട്ട് വേണ്ട കുറേ ക്യാപ്പ്. ഈ ഓറഞ്ച് കുർത്ത കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. 20 ദിർഹംസ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതും ലൈറ്റ് ഷെയ്ഡ് പീച്ച് ഇതും ഇഷ്ടമായി. അപ്പം നല്ല രസമില്ലേ. ആ ഒരു ദിർഹംസിന് നല്ലതാന്ന് തോന്നി. അപ്പം ഞാൻ രണ്ടും എടുത്തു കേട്ടോ. ഞാനിത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പം പിന്നെ വിചാരിച്ച് കൂടെ വന്ന ആൾക്കാരൊന്നും നോക്കിക്കളയാം. അവരെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. വീണ്ടും ഞാൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലോട്ട് തന്നെ പോയി. പിന്നെ ഗേൾസ് സെക്ഷന് ബാഗ്സ്, ഇയറിങ്സ്, ഹെയർ ബാൻഡ്, സ്കഞ്ചീസ് ഇതൊക്കെ നല്ല രസമല്ലേ. ജ്വല്ലറി വേറെ തന്നെ സെക്ഷന് 2-3 സെക്ഷനിലായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ബേബീസിനൊക്കെ പറ്റിയ നല്ല രസമുണ്ട്. ഹെയർ ബാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും എടുത്തില്ല. എന്താ വേണ്ടേ, എപ്പോഴും ഇവിടെ വന്നാൽ എന്തെങ്കിലും എടുക്കും. പിന്നെ ഞാൻ ബാഗിൻ്റെ സെക്ഷനിലോട്ട് അങ്ങനെ എനിക്ക് അങ്ങോട്ടേക്ക് അട്രാക്ഷൻ കുറവാണ്. ഞാൻ അങ്ങോട്ടേക്ക് അധികം പോകാറില്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല. കുറേ ബാഗൊക്കെ വാങ്ങി കൂട്ടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇത് ജസ്റ്റ് നല്ല ക്യൂട്ടായിട്ട് തോന്നി. ആ ബാഗ് ദൂരേന്ന് നോക്കി ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. എനിക്ക് വലിയ താല്പര്യമില്ല ബാഗ് കളക്ഷനിൽ. അപ്പോൾ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഞാനത് മോശമാകുന്നവരെ അതന്നെ യൂസ് ചെയ്യും. പിന്നെ ഞാൻ വീണ്ടും ഈ ആക്സസറീസിൻ്റെ അടുത്ത് വന്ന് ജസ്റ്റ് നോക്കി. കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് തോന്നിയോണ്ട് വീണ്ടും തിരിച്ച് നടന്നു. അപ്പം നടന്ന വഴിക്ക് എന്തൊക്കെയെങ്കിലും കണ്ട് വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഈ ചെയിന് ചാമിങ് ചെയിനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, വെറുതെ നോക്കി. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടെ വന്ന ആൾക്കാരെ ഞാൻ നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴും ആസ് യൂഷ്വൽ ഷൂ സെക്ഷനിൽ തന്നെ ഉണ്ട്. അവർ കുറച്ച് ഷൂസൊക്കെ വാങ്ങി. നമ്മൾ പിന്നെ നേരെ ഷോപ്പിംഗ് നടന്ന് തളർന്ന് എനർജിയൊക്കെ പോയിട്ട് പിള്ളേർക്ക് പിന്നെ വിശന്ന്. അപ്പോൾ ലുലുവിൻ്റെ ബേക്കറിയിൽ പോയിട്ട് കേക്ക്സും ഡോണറ്റ്സും എല്ലാം കണ്ട് അത് വേണം ഇത് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഡോണറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിക്കാനൊന്നും പോകുന്നില്ല, എന്തായാലും മടുപ്പാണ്. പക്ഷേ ഈ ഡിസ്പ്ലേ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വാങ്ങും കൊതിയായി. ഇപ്പം നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ കൊതിയാവുന്നില്ലേ. പക്ഷെ വാങ്ങിയാൽ നമുക്ക് കഴിക്കാമെന്ന് ചിലപ്പോൾ തോന്നൂല അല്ലേ. ഇത് കാണുമ്പോൾ എന്ത് രസമാണ്. അങ്ങനെ അവരെ കൊതിപ്പിക്കുന്ന രീതിയിൽ അവരെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടികൾക്ക് ഡോണറ്റ് വാങ്ങി. പിന്നെ ഓരോ സാധനം എടുത്തിട്ട് ഇത് വാങ്ങിച്ചു തരുമോ ഇത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കും. എപ്പോഴും ഈ കിൻഡർ ജോയ് എടുത്ത് വരാത്ത ഒരു ദിവസമില്ല ഷോപ്പിങ്ങിന്. പിന്നെ അവിടുന്ന് കുറച്ച് ഗ്രോസറി പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി.